അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ഞാൻ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ പോകാനിടയ്ക്കുന്ന ദിക്കുകൾ, ഇന്ന് നിങ്ങൾ സംസാരിക്കാനിരിക്കുന്ന വ്യക്തികൾ, ഇന്ന് നിങ്ങൾ കയറി ഇറങ്ങുന്ന ഓഫീസുകൾ, ഇന്ന് കയറി ഇറങ്ങുന്ന സ്ഥാപനങ്ങൾ, നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ, കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ആശുപത്രി കിടക്കുന്നവരെ എത്രയും തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്രയും രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് ഇന്ന് ഓരോരുത്തർ അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, വൈവ എഴുതുന്നവരുണ്ട്, ഡോക്ടറേറ്റിനെ എത്തിച്ച് ഒരുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഭവനരഹിതർ, സ്ഥലമില്ലാത്തവർ, സ്ഥലം പൊക്കുവരെ ചെയ്യാത്തവർ, പകടപടി ചെയ്യാത്തവർ, സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ, കരഭൂമികൾ, അതുപോലെ തന്നെ പാടശേഖരങ്ങൾ കരഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പിന് പോകേണ്ടവർ, ചർച്ചയ്ക്ക് പോകുന്നവർ, സമാധാനം എത്തിക്കേണ്ടവർ, അവർക്കെല്ലാം പരിശുദ്ധാത്മാവിടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വയാത്രക്കാരെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യപിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരനെ നയിക്കുക. ആമേൻ. നമ്മളെ ഉടമ്പടി എടുക്കുന്നവരും അല്ലാത്തവരും ഒക്കെ അരമണിക്കൂർ ബൈബിളിൻ്റെ വചനം വായിക്കണമെന്ന് മൻഡേറ്ററി അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ വചനം വായിക്കണമെന്ന് അറിയാവൂ? വചനം സമ്പൂർണ്ണ ആഹാരമായതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ സമ്പൂർണ്ണ രൂപമാണ്. ഇപ്പോൾ നമ്മൾ കാറ്റഗിസത്തില്ലേ,
കാറ്റഗിസം പണ്ട് പഠിച്ചപ്പോൾ നമ്മളെന്താ വേദപാഠം പഠിച്ചപ്പോൾ നമ്മളെന്താ പഠിച്ചത്? കൽപ്പനകൾ പഠിക്കുമ്പോൾ ഒന്ന് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, അല്ലേ? ദൈവത്തെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, ഇത്തരം കാര്യങ്ങളില്ലേ. അപ്പോൾ നമ്മൾ ആ കാറ്റഗിസം മാത്രം ക്യാപ്സ്യൂളാണ്. കാറ്റഗിസം മാത്രം പഠിക്കണമെങ്കിൽ അത് കുഞ്ഞുനാളത് ഓക്കെയാണ്. പക്ഷേ മുതിർന്നു വരുമ്പോൾ നമുക്ക് ആഹാരം ചേഞ്ച് ചെയ്യണം. നമ്മൾ എന്താണ്, നിങ്ങളെ കുഞ്ഞായിരുന്നപ്പോൾ പാല് കുടിച്ചു എന്ന് പറഞ്ഞില്ലേ? ഫെബ്രുവരി 5:12 എടുത്തേ. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. എന്താ സംഭവിച്ചാല് ദൈവവചനത്തിന്റെ പല പല ഘടകമുണ്ട്. അതായത് ലഘുവായ ആഹാരമുണ്ട്, പിന്നെ ഗുരുത്വമുള്ള ആഹാരമുണ്ട്, കലോറി കൂടിയ ആഹാരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വളരുന്നതനുസരിച്ച് അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ബ്രെഡ് എന്നാണ് പറയണത്. വചനത്തിൻ്റെ സങ്കീർണമായ ആവിഷ്കാരങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളും ആപ്ലിക്കേഷൻ പ്രയോഗവിധികളൊക്കെയാണ് ഈ ഡെയിലി ബ്രെഡിൽ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ഗുരുത്വമുള്ള ആഹാരമാകാം. പാലെന്ന് പറയുമ്പോൾ ഇപ്പം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, കുഞ്ഞുങ്ങളോട് നമ്മൾ പറയണതാണത്. പക്ഷെ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താ, ദീർഘകാലം എങ്ങനെയും ജീവിച്ചാൽ മതിയാ? അങ്ങനെയല്ല. ചിലർക്ക് മരുഭൂമിയായിരിക്കും. അപ്പോൾ ആ മരുഭൂമിയിലുള്ള ജീവിതകാലം തളരുമ്പോഴില്ല, ആരും സഹായിക്കാനില്ല, ഭർത്താവ് മരിച്ചു, ആമക്കളില്ല, പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരണം. അപ്പം അവർ മരുഭൂമി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണ്, അവിടെ നിങ്ങളെ മരുഭൂമിയിലേക്ക് വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്താനും. അപ്പോൾ ഗുരുത്വമുള്ള വചനമായി 8:3 എടുത്ത് നിയമാവർത്തനം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. കൽപ്പനകളുടെ ഉദ്ദേശം എന്താണ്? നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിന് വേണ്ടി. ഇപ്പം ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ചില സമയത്തുള്ള ചിലർക്കുള്ള ജീവിതം മരുഭൂമിയുടെ ജീവിതമാണ്. അപ്പോൾ എന്താ, അവരെ എളിമപ്പെടണം. കാര്യം എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അജ്ഞാതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ തീറ്റിപ്പറ്റി. അപ്പം നിങ്ങൾക്ക് അറിയാത്ത വഴികളും അറിയാത്ത വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നയിക്കും. മരുഭൂമിയിലാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ നീ വൈഫ് മരിച്ചു, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒറ്റക്കാണ് നോക്കണത്. കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യം വരുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളൊക്കെ അപ്പനും അമ്മയോട് നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ ഇരുന്ന് പാവിട്ട് കലയും. ഇതാണ് മരുഭൂമി എന്ന് പറഞ്ഞത്. തണൽമരങ്ങളെല്ലാം ഒറ്റപ്പെട്ട അവസ്ഥ. ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ 21 ലക്ഷത്തോളം ആൾക്കാരെ എല്ലാ ദിവസവും ഇതിലെ കേൾക്കണത്. അപ്പോൾ ഇതിനൊക്കെയെല്ലാം എന്താണ്, അത് അവർ ആ സമയത്ത് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്, എനിക്ക് പള്ളിയും വേണ്ട, പട്ടക്കാരനും ഇല്ല, കുന്തയില്ല, നമ്മൾ ഞങ്ങളുടെ ജീവിക്കണില്ല. അത് അഹങ്കാരം കൊണ്ടാണ്. നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണെന്നല്ലേ കർത്താവിൻ്റെ വചനം. അപ്പോൾ വചനം അറിയത്തില്ലാത്തത് കൊണ്ടാണ് അവരുടെ ഒരു നിർജീവമായ നിലപാടെടുക്കുന്നത്. കാര്യത്തെ ഇങ്ങനെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ കരുത്തായ നിലപാടെടുത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മറ്റുള്ളവരോട് അത്ര കണ്ടൊരു മാർക്കിടാൻ തോന്നാത്തതിൻ്റെ കാരണം അതാണ്. പക്ഷേ ഇനി രസം എന്താ വെച്ചാൽ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തിന് 100% പ്രാധാന്യമുള്ള രീതിയിൽ ആണ് ഈ മരുഭൂമി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ്, ഞാൻ മരുഭൂമിയിലൂടെ കടന്നുപോയി, അപ്പോൾ നീ നഗ്നയായി കാണപ്പെട്ടു, നിനക്ക് ഉപ്പ് പുരട്ടാൻ ആരുമില്ലായിരുന്നു, പൊക്കിൾക്കൊടി മുറച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ നിന്നെ പറഞ്ഞ് ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. അവിടെ ജീവിക്കാൻ വരുന്നില്ലേ? 16:6-7 ഞാൻ നിന്റെ അടുക്കിലൂടെ കടന്നുപോയി, നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു. ചോര എന്ന് പറയുമ്പോൾ എന്താണ്, തിക്താനുഭവങ്ങളിലൂടെയാണ് പോണത്. നീ തിക്താനുഭവങ്ങളിലൂടെ പോകുന്നത് ഞാൻ കണ്ടു. ജീവിക്കുക. ആത്മഹത്യ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കണേ? മനസ്സിലായില്ലേ? ജീവിക്കുക. തിക്താനുഭവങ്ങളിലൂടെ നീ കടന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. ചിലപ്പോൾ നിന്റെ അപ്പം കണ്ടില്ല, നാട്ടുകാർ കണ്ടില്ല, പാർട്ടിക്കാർ കണ്ടില്ല, പള്ളിക്കാർ കണ്ടില്ല, ഓക്കെ. പക്ഷെ ഞാൻ കാണുന്നുണ്ട്. എനിക്ക് നിന്നോട് പറയാനുള്ളത് ആത്മഹത്യ ചെയ്യാനല്ല പോയി. പക്ഷെ എന്താണ്, ജീവിക്കുക. എന്ത് ചെയ്യണം? വയലിലെ ചെടി പോലെ വളരാൻ.
വയലിലെ ചെടി എന്ന് പറഞ്ഞത് നഴ്സറി പ്ലാന്റാണ്. നഴ്സറി പ്ലാന്റിന് സമയാസമയങ്ങളിൽ വെള്ളവും കിട്ടും, വെളിച്ചവും കിട്ടും, വളവും കിട്ടും. ഇതൊന്നും കിട്ടണില്ല. വെള്ളമില്ല, വെളിച്ചമില്ല, വളമില്ല, ശുപാർശയില്ല, ആരും സഹായിക്കാനില്ല. നീ എന്നിട്ടും പറയും നീ വളരുക. എന്താ കാര്യം? ഇത് അവസാന തീരുമാനം എടുക്കുന്നത് ആരാണ്? കർത്താവായ ദൈവമാണ്. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോശുവ 1:9. നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടാകും. അതാണ് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് വല്ലാണ്ട് ഈ പ്രസൻസ്, ഈ ഉടമ്പടി ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യൻ, സാധാരണ മനുഷ്യൻ ആരാ പാവപ്പെട്ട വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഉറപ്പിച്ചല്ലാതെ പണമുള്ളവരും പണമില്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യന്മാർ, സാധാരണ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിച്ചിട്ടുണ്ടല്ലോ, ലഹരി പിടിച്ച് വീഴില്ല അടക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. മകൾക്ക് എന്താണ് കുടൻ്റെ അകത്ത് കയറിയിരിക്കണം. അത് മുറിച്ച് കളഞ്ഞ ഡോക്ടർ പറയണം. പിന്നെ കൊച്ചു തീർന്നു, അതിൻ്റെ ജീവിതം തീർന്നു. എൻ്റെ അമ്മേ ഞാൻ ഉടമ്പടിയെടുത്തതാണേ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഇരുട്ടിൽ ആ സ്കാനിൻ്റെ മറയത്ത് ഒരാളിങ്ങനെ തലയിൽ തുണിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവർ കാറി കണ്ണ് നിറഞ്ഞു പോയവിടെ. എന്താണ്? അമ്മ പ്രസൻസ്. ഞാൻ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അതാണ് സഞ്ചാരി മാതാവ് എന്ന ആൾക്കാർ വിളിക്കുന്നത്. ഉടമ്പടി സത്യസന്ധമായിട്ടാണ് ജീവിക്കണമെന്നുണ്ടല്ലോ മക്കളെ. ജീവിതമായിരിക്കും പിന്നീട്. മനുഷ്യന്മാരെല്ലാവരും അനുഭവിക്കുകയല്ലേ തിരിച്ച്. ഇന്നലെ ഒരു പറഞ്ഞാൽ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് പിടിച്ച് ആദ്യമായി പഠിക്കുകയാണ്, നേഴ്സാണ്, BSc കഴിഞ്ഞാണ്. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞൊക്കെ സർട്ടിഫിക്കറ്റ് എടുത്തില്ല അവിടെ നിന്ന്, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് കഴിയും. പക്ഷെ അവർക്ക് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വേണം. അപ്പം അമ്മ എന്നെ അനുഗ്രഹിച്ചാണ് ഇവിടെ വരെ എത്തിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പഠിച്ചെത്തുമെന്ന് ഞാൻ ഓർത്തില്ല. അപ്പം അതുകൊണ്ട് 90, 96, 97 മാർക്കുണ്ടെന്ന് തോന്നുന്നു. അവളുടെ ഒരു സ്ഥിതി ഭയങ്കര മാർക്കാണത്. അപ്പം അവർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അത് കൊച്ച് അത് ടൈം എന്നൊക്കെ പറഞ്ഞ അവരെ. അപ്പോൾ അവൾ എങ്കാലും അത്യാവശ്യം ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അവൾ ട്രെയിനിന് പോകുമ്പോൾ അവൾ പറയണേ, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വയലിലൂടെ ട്രെയിൻ പോവുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മഴവില്ല് കാണുന്നതെന്ന്. അപ്പത്തെ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ ചെന്ന് സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ ഇന്ന സത്യസത്യത്തിൽ ജീവിക്കുന്ന ആളാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് തരണം. പറഞ്ഞ 16 പേര് ഉണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ നിൽക്കുന്നത്. ഒരെണ്ണത്തെയും കിട്ടിയിട്ടില്ല. ഈ സാറ് നാളെ അവിടെ നിന്ന് പോവുകയാണ്. അവൾക്ക് മാത്രം എഴുതി കൊടുത്ത് ബാക്കിയുള്ളത് നിങ്ങൾ അടുത്ത സാറ് വന്നതിന് ശേഷം 3 ആഴ്ച തീരുമാനിക്കാമെന്ന് തീരുമാനം. എന്താണ്? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാകും. പ്രസൻസ് ഓഫ് ഗോഡ്. ഇപ്പം എല്ലായിടത്തും നിങ്ങൾ ഈ ഉടമ്പടി എടുത്തവർ പല കാര്യങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാതെ ചിന്തിച്ച് തലകുത്തി മറിനേക്കാൾ നല്ലത് പ്രസൻസിന് വേണ്ടി ചോദിക്കൂ. അതിപ്പോൾ സൗജന്യമായിട്ട് ദാനമായിട്ട് എല്ലാവർക്കും അനുഭവേദ്യമാകണ ദൈവം നമുക്ക് വരദാനം പോലെ മഞ്ഞ വർഷിക്കണ പോലെയാണ് ഇപ്പോൾ പ്രസൻസ് വർഷിക്കണം, സാന്നിധ്യം കൊടുക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്കൊക്കെ മനസ്സിലായില്ലേ? കാറ്റഗറിസത്തിൽ നമ്മൾ പഠിക്കണത് ആ ക്യാപ്സൂളാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, കൊല്ലരുത്, വിചാരിച്ചരുത്. പക്ഷേ അതിൻ്റെ ബൈബിൾ ഭാഗങ്ങൾ കൂടി ജീവിക്കുമ്പോൾ എന്താണ്? നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ വേണ്ടിയാണ്. ഇടത് കൈയും വലത് കൈയും പോലെ തന്നെ പ്രാർത്ഥനയുടെ 2 കൈകളാണ്. എന്ത്? വിശ്വസ്തതയും പൂർണ്ണഹൃദയവും. പൂർണ്ണഹൃദയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ചേച്ചി എന്താ പറയണത്? എനിക്ക് ഡോക്ടർ ഉണ്ടല്ലോ, മരുന്നുണ്ടല്ലോ, സയൻസ് ഉണ്ടല്ലോ എന്നല്ല. അതാണ്. അപ്പോൾ ഹൃദയം പകുതിയോളം മരുന്നിലാണ് ആശ്രയിക്കുന്നത്. പിന്നെ വേഗം പഠിക്കും പ്രാർത്ഥനയും. അവിടെ വിഷയം തന്നെ. നിങ്ങളുടെ വിഷയത്തിൽ വെറുതെ വരുവോ? നിങ്ങളെന്താ പറയണത് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല, വീട് വെക്കാം, ലൈഫിൻ്റെ കാശ് കിട്ടിയല്ല 4 ലക്ഷം, ബാക്കി നമുക്ക് ഇന്നാൾ ഇത്ര രൂപ തരാനുണ്ടല്ലോ അത്, പിന്നെ വീട്ടിൽ പൊന്നുണ്ടല്ലോ അത്, ഇങ്ങനെ കുറേ ആശ്രയം വെക്കും. നിങ്ങളെ ആശ്രയം വെക്കുമ്പോൾ സ്വാഭാവികമായി പ്രാർത്ഥനയുടെ ബലക്ഷയം ഉണ്ടാകും. പ്രാർത്ഥനയുടെ ബലക്ഷയാണ്. കാര്യം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫുള്ളായിട്ടുള്ള കർത്താവ് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ കാര്യമാക്കുന്നത് ബേസിക്കായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കൈയടിച്ച് കർത്താവ് പ്രഖ്യാപിക്കുന്നു.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ അത് പ്രേയറിൽ അഡ്രസ്സ് ചെയ്യരുത്, മനസ്സിൽ പോലും ഓർക്കരുത്. ദൈവം മാത്രമേ നമുക്കുള്ളൂ എന്ന് ഓർക്കണം. അതായത് കർത്താവിൻ്റെ കാലത്ത് ഞങ്ങൾ എബ്രാഹത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട് എന്ന് ഇവർ വിചാരിച്ചിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ് അങ്ങനെ എബ്രാഹം ഉണ്ട്, യാക്കോബുണ്ട്, ഇസഹാക്കുണ്ട് എന്നൊന്നും പറയരുത്. കാര്യം ദൈവത്തിനെ അതൊരു സബ്സ്റ്റിറ്റ്യൂട്ടായി പോകും. കാരണം ഈ കല്ലിൽ നിന്ന് വേണമെങ്കിൽ ദൈവത്തിന് എബ്രാഹത്തെ സന്തതികൾ ജനിപ്പിക്കാൻ കഴിയും. അപ്പോൾ മനസ്സിരിപ്പ് മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ? ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 3:9 ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ശരി, ഇതാണ് പ്രശ്നം. അഭിമാനങ്ങളിലായിരിക്കും ടോർപ്പട വീഴാൻ പോണത്. നമുക്ക് ഇന്ന സംഭവം ഉണ്ട് എന്നും പറഞ്ഞ് അഭിമാനിക്കരുത്. FD ഉണ്ട്, പറമ്പുണ്ട്, പൊന്നുണ്ട്, ആങ്ങള അമേരിക്കയിലുണ്ട്, ബ്രിട്ടനിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് പ്രശ്നം. ഉണ്ട് എന്ന് പറയരുത്. ആധ്യാത്മികമായി വരുമ്പോൾ ഈ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നേരെ ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വരണത്. ഞങ്ങൾക്ക് ഈശോ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ? അല്ലാതെ എൻ്റെ അനിയത്തി ലണ്ടനിലുണ്ട്, മറ്റേ ആൾ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് പിതാവായി എബ്രാഹം ഉണ്ട് എന്ന് നിങ്ങൾ പറയരുത്. പറഞ്ഞോളൂ. ഈ കല്ലുകളിൽ ദൈവമേ എന്തൊരു പറച്ചിലാണ് കേട്ടെ. ഈ കല്ലുകളിൽ നിന്ന് പറഞ്ഞേ, ഈ കല്ലുകളിൽ നിന്ന് എബ്രാഹത്തിന്റെ സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. എന്നെ കൈവിടാത്തവൻ യേശു കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴേ നമുക്ക് ബോധമില്ലെങ്കിലും കൂടെ ഉണ്ടാവും. പല ആൾക്കാരും നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ബോധമുള്ളപ്പോഴേ ഉണ്ടാകത്തുള്ളൂ. വന്ന് നോക്കും, നമുക്ക് കണ്ണ് ബോധം ഉണ്ടായില്ലെന്ന് നോക്കും. ബോധം ഇല്ലെങ്കിൽ അവർ സ്കൂട്ടാവും. നമ്മളറിയത്തില്ലല്ലോ, നമ്മൾ വന്നതും അറിയത്തില്ല. ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോഴേ ബോധമില്ലെങ്കിലേ നമുക്കൊരു ചെറിയ ഇച്ഛാഭംഗമാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി പിടിച്ച് വന്നിട്ട് ഈ സാധനത്തിന് ബോധമില്ലല്ലോ, ഞാൻ വന്നത് പോലും അറിയത്തില്ലല്ലോ. ബോധം വരുമ്പോൾ പറഞ്ഞേക്കണേ ഞാൻ വന്നെന്ന് ഇല്ലേ? അടുത്ത് നിൽക്കണേ ബൈസാനോട് പറയവേ, ബോധം ഇച്ഛായന് ബോധം വരുമ്പോൾ പറഞ്ഞേക്കണേ ഞാൻ വന്നെന്ന് പറഞ്ഞേക്കണേ. ഇപ്പം ഞാൻ വരണമെന്ന് വന്നു എന്നുള്ളതിന് ഇയാൾക്ക് എന്താ വേണ്ടത്? ബോധം വേണം. ബോധമില്ലെങ്കിൽ നമ്മൾ വണ്ടി സ്കൂട്ടാവും, നമ്മളുണ്ടാകത്തില്ല. മനുഷ്യന്മാരുടെ എല്ലാ ബന്ധുവും അങ്ങനെയാണ്. പക്ഷെ നിൻ്റെ ദൈവം നിനക്ക് ബോധമില്ലെങ്കിലും നിന്റെ കൂടെ ഉണ്ടാവും. കൈയടിച്ചു ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്ക് ബോധമില്ലെങ്കിലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങൾ ഇങ്ങനൊരു സാക്ഷ്യം ഉണ്ടായി. അത് മെജോ എന്ന് പറയും, നല്ല സാക്ഷ്യമാണ്. മെജോ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ബോംബെയിൽ പോയി. അപ്പോൾ രണ്ടാം നിലയിൽ നിന്ന് മെജോ ആ വീട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തല ചുറ്റി രണ്ടാം നിലയിൽ നിന്ന് ആൾ താഴെ പോയി. താഴെ വീണിട്ട് കണ്ണ് തെറിച്ചു പോയി, കൈ ഊരിപ്പോയി, വലതുവശം മൊത്തം തളർന്നു പോയി, മുട്ട 8 പൊട്ടി, കാലും കൈയുമൊക്കെ ഒടിഞ്ഞ്, തല കുടുങ്ങി. ഒരു ചോരക്കട്ടയായിട്ട് ആശുപത്രി ചെല്ലുമ്പോൾ ശവമാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഒരകൃതം പിടിച്ച് കട്ടിലിട്ട് മാറ്റി. കാര്യം ഡെഡ് ബോഡിയാണല്ലോ വന്നിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പൾസ് വന്ന്, അപ്പോൾ ഉടനെ ഇവരെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി പരിശോധിച്ച് അകത്തിന് എന്തുമാത്രം കുഴപ്പമുണ്ടെന്ന് അറിയത്തില്ലല്ലോ, പുറത്തിത്തരം കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആൾ മരിച്ചതിന് തുല്യമാണ്. അപ്പോൾ പക്ഷേ ഇതെല്ലാം കണക്ക് കൂട്ടി തല പൊട്ടിയതും കൈ ഒടിഞ്ഞതും മുട്ട് ചിട്ട തെറിച്ചതും അതുപോലെ തന്നെ കണ്ണ് തെറിച്ചു പോയതും മോളിൽ നിന്ന് വീഴുകയല്ലേ പടഞ്ഞ്, ഇതെല്ലാം ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് 24 ലക്ഷം രൂപയുടെ ബില്ല് വന്ന്. ഇയാളെ തൊടണമെങ്കിൽ 24 ലക്ഷം രൂപ വേണം. അപ്പോൾ ഞങ്ങൾക്ക് ബോധമില്ല, ഡെഡ് ബോഡി ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ 24 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അവർ ഇയാളെ കൊണ്ടുപോകും, അതാണ് പ്രശ്നം. അപ്പോൾ ഒരു നേഴ്സ് അവിടെ വന്നിച്ചും ഈ വ്യക്തിയുടെ കൊണ്ടുവന്നവരോട് പറഞ്ഞ് 24 ലക്ഷം രൂപ വേണ്ടി വരുമെന്നാണ് കണക്ക്. പക്ഷേ പേടിക്കണ്ട, എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടാൽ മതി, എൻ്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാം ആശുപത്രി. അപ്പോൾ 10 ലക്ഷം ഇളവ് കിട്ടും. ആര്? ഇയാൾക്ക് ബോധമില്ലേ? ബോധമില്ലാത്ത ഡെഡ് ബോഡിക്ക് 10 ലക്ഷം ഇളവ് കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ദൈവം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എന്നെ കരുതുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചില്ലേ? നിങ്ങൾക്കത് പാട്ടാണെന്ന്. പാട്ടല്ല, അതൊരു ജീവിതമാണ്. എനിക്കായി കരുതുന്നവൻ, നമുക്ക് ബോധമില്ലെങ്കിലും കരുതുന്നവനാണ്. ഒരു ബന്ധവും പരിചയവും വേണ്ട ദൈവത്തിൽ നിന്നെ കരുതാൻ. ഈ നേഴ്സ് പറഞ്ഞു എൻ്റെ ബ്രദറാണെന്നും പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബ്രദറാണെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ പെങ്ങന്മാരെന്നൊക്കെ പറയണതേ ഒരു ഒന്നൊന്നര സംഭവമാണ്. ഒത്തു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും.
അതായത് പെങ്ങൾക്ക് ഉടനെ അവൾ ഓടി അവൻ്റെ റിപ്പോർട്ടും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നു. മാതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ട് മാതാവിന് റിപ്പോർട്ട് കാണിച്ച് എന്ന് വെച്ച്, അമ്മ പോകണം, അമ്മ പോകാതെ വേറൊരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു. എന്നെ കണ്ടില്ലെന്നൊന്നും അറിയത്തില്ല, അങ്ങനെയൊന്നും സാക്ഷ്യത്തിൽ പറയണില്ല. റിപ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. അവൾ കാണിച്ചതാണോ എനിക്കറിയാം. സാധാരണ ഞാനാണ് കൊണ്ടുവന്ന് റിപ്പോർട്ട് കാണിക്കണം മാതാവിൻ്റെ അടുത്ത്. അപ്പോൾ എന്നെ ഈ ഉടമ്പടി തുടങ്ങിയ കാലത്ത് എന്നോട് പറഞ്ഞത് അങ്ങനെ അക്യൂട്ട് കേസൊക്കെ നേരിട്ട് കൊണ്ടുവന്ന് ആൾത്താരെ കയറ്റാൻ പണ്ട് ആൾക്കാർ കയറുമായിരുന്നു. അപ്പോൾ പുതിയ ആൾത്താർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾത്താര അകത്ത് പണ്ട് കയറുന്നവർ ഒരു ഭവ്യതയും ഭക്തിയും ഇല്ലാതെയാണ് വൈകെ പോകുന്നവരെല്ലാം അകത്ത് കയറുമായിരുന്നു, ആൾത്താരെ കയറുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സങ്കടകരമായൊരവസ്ഥയായിരുന്നത്. അപ്പോൾ പുതിയ ആൾത്താർ ഡിസൈൻ ചെയ്തപ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ മാത്രമേ ഇപ്പോൾ ആൾത്താരെ കയറത്തുള്ളൂ. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ജനങ്ങളുടെ ഏറ്റവും മോശമായിട്ടുള്ള കണ്ടീഷനുള്ള കാര്യങ്ങളെല്ലാം മൊത്തം രേഖ കൊണ്ടുവന്ന് അമ്മയെടുത്ത് കൊടുക്കും. അതെനിക്ക് അന്ന് അമ്മ തന്നൊരു നോട്ടാണ് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ടത്. അപ്പോൾ അങ്ങനെ എന്തോ അവർ കാണിച്ചോ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തോ എന്തോ റിപ്പോർട്ട് അമ്മയെ കാണിച്ച് രാത്രി ആശുപത്രിയിൽ ഒരു സംഭവം നടന്നു. ഈ ബോധമില്ലാത്ത രക്തത്തട്ട് കിടക്കുന്ന ആളിൻ്റെ. അപ്പോൾ ചികിത്സ തുടങ്ങിയിട്ടില്ല, ഡയഗ്നോസിസ് ആയിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഡോക്ടർമാർക്ക് ഒരു ഐഡിയ വരുന്നേ ഉള്ളൂ. അന്ന് ഒരച്ഛൻ, ഞാനാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരച്ഛൻ ഈ ഡെഡ് ബോഡിയുടെ അടുത്ത് പോയി കിടക്കുന്ന വ്യക്തി എടുത്ത് രാത്രി വരും. സ്വപ്നമാണ്, അയാളുടെ സ്വപ്നമാണ്, ഈ മരവിച്ച് കിടക്കുന്ന ആളിൻ്റെ സ്വപ്നമാണ്. ഒരച്ഛൻ വന്നിട്ടും പറയും, നിൻ്റെ രോഗം തീർന്നിരിക്കുകയാണ്, നിനക്കിപ്പോൾ ബോധം വരുമെന്ന് പറയും. ഉടനെ ആ മനുഷ്യന് രാവിലെ ബോധം വരും. അപ്പോൾ എന്താ പ്രശ്നം? ഈ ബെജോയുടെ സാക്ഷ്യം, ഈ ബോധം വന്നു കഴിയുമ്പോൾ ഇയാൾ എഴുന്നേൽക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകണത്. ഇങ്ങനെ അകപ്പെട്ടൊന്നും ഇത്രയും ഇഞ്ചുറീസ് ഉണ്ടെന്നും തൻ്റെ പാർട്സുകൾ പലതും ഇല്ലെന്നും ഒക്കെ മനസ്സിലായതും പലരും ചിതറിപ്പോയെന്നും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോകണമെന്നൊക്കെ മനസ്സിലായി ബോധം വരും. ബോധം വരുമ്പോൾ ആ കിട്ടിയ ബോധത്തിന് അയാളുടെ ഇൻഷുറൻസിൻ്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം അയാൾ കുറിച്ച് ഡോക്ടറിന് കൊടുക്കും. പിന്നെ വന്ന ഡോക്ടറിന് അയാളുടെ ഇൻഷുറൻസ്, കാരണം ഇയാൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ആളാണ്, സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള ആളാണ്. അതിൽ നിന്നൊരു 8 ലക്ഷം രൂപ. അപ്പോൾ ഡോക്ടർ വാവിളിച്ച് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയുന്ന ഒരു ഓർമ്മയിൽ പറയണതല്ലേ, ഈ ഓർമ്മയിൽ പറയണ കാര്യങ്ങളുടെ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ അന്വേഷിക്കണ്ടേ. അപ്പോൾ ഡോക്ടർ അന്വേഷിച്ചപ്പോൾ കറക്റ്റാണ്, 8 ലക്ഷം രൂപയുടെ ഉണ്ട്. അപ്പോൾ 10 വട്ടം 18 ലക്ഷം രൂപ കിട്ടി. നോക്കിയേ, അതായത് നിന്നെ കരുതുന്ന കർത്താവ് നിന്നെ എങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ കർത്താവ് കരുതിയിട്ട് പിന്നെ എന്തായാലും പെടസ്ഥലത്ത് താഴെ വീഴണമെന്ന്. താഴെ ഞാനും വീഴും, നിങ്ങളും വീഴും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വീടെടുക്കാൻ പോയാലും കാർ എടുക്കാൻ പോയാലും അത് നമുക്ക് ആൾ കളിക്കാനാണോ, മറ്റുള്ള മുമ്പിൽ നമ്മൾ വലിയ ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് നാട്ടുകാരുടെ അടിച്ചേൽപ്പിക്കാനാണോ, ലോകാരൂപിയാണോ, ദൈവത്തിന് മഹത്വം ഉണ്ടാകുമോ, വില്ല് ഓഫ് ഗോഡ് നോക്കണതിന്. അതാണ് വില്ല് ഓഫ് ഗോഡ് നോക്കണത്. വില്ല് ഓഫ് ഗോഡ് നോക്കത്തില്ല. നോക്കണത് എന്താ? നോക്കിയാൽ അവൻ്റെ ആ വിഷ്വലായിട്ടുള്ള അവൻ്റെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ എതിരായിരിക്കും വരാൻ പോണത്. എതിരായിരിക്കും വരാൻ പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുന്നു. ഇവർ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ചില കല്യാണമൊക്കെ മകന് ചില കല്യാണമൊക്കെ ഒപ്പിച്ച് വെച്ചും യൂറോപ്പിലുള്ള നേഴ്സിനെ കല്യാണം ഒപ്പിച്ച് വെച്ചും ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവരുടെയും പറയും ഇവരുടെയും പറയും ഒക്കെ പറഞ്ഞിട്ടും, പക്ഷെ അവർ ഉദ്ദേശിക്കണത് ഞാൻ മെസ്സേജ് എടുക്കണമെന്ന് അവർക്ക് പറയത്തില്ല. അവർ വേറെ പല കാര്യങ്ങളൊക്കെ ആട് പ്രസവിക്കണതിനും പശു പ്രസവിക്കണതിനും പണ്ട് മെസ്സേജ് എടുത്ത പാർട്ടിയാണ്. ഇപ്പം മകളുടെ കല്യാണത്തിന് മെസ്സേജ് എടുക്കേണ്ട, മകൻ്റെ കല്യാണത്തിന് മെസ്സേജ് എടുക്കേണ്ട. എന്താണ്? അവൾ നേഴ്സാണ്, അവിടെ 3 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അപ്പോൾ 3 ലക്ഷം രൂപ ശമ്പളം ഉള്ളത് കൊണ്ട് അതിന് മെസ്സേജ് വേണ്ട. ദൈവം എങ്ങാനും കയറി വട്ടം ചവിട്ടിയാൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം വരുന്നത്. ഇത് പൂർണ്ണ ഹൃദയത്തോടെ അല്ല സംഭവം. നമ്മൾ മെസ്സേജ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതമാണോ, അതാണ് പൂർണ്ണ ഹൃദയം എന്ന് പറയുന്നത്. പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന് ദൈവഹിതമാണോ. ചിലരൊക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേർ വരെ വന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഞെട്ടിപ്പോകും. എന്താ കാര്യം? ഇത് ദൈവഹിതമാണെന്ന് നോക്കാൻ ഇത് സംഭവം ഓക്കെയാണ്, പക്ഷേ ദൈവഹിതമാണെന്ന് നോക്കാൻ പറയും. അത് ദൈവഹിതമാണെന്ന് നോക്കും. അവർക്ക് പ്രാർത്ഥിച്ചാൽ തന്നെ അവർക്ക് സത്യസന്ധമായ വിശ്വാസ ജീവിതമാണെങ്കിൽ അവർക്ക് അടയാളം കിട്ടും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഈ ഇവിടം വരെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ എത്തിയതിൻ്റെ പിന്നിൽ എത്രയോ ധീരമായ ചുവടുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മനസ്സിൽ ഇവിടെ കൊണ്ടുവന്ന് കൃപാസനം സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ അഖണ്ഡ ജപമാനം 1000 മണി ജപമാനം ചെല്ലണമെന്നും ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയ ആ വിഷയത്തിൽ ദൈവഹിതമാണെന്ന് ആന്തരികമായ ബോധ്യം കിട്ടിയത് കൊണ്ട് ഞാനൊക്കെ ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുമ്പോഴെല്ലാം ഒരിക്കലും പരാജയമില്ലാതെ ദൈവം ഇങ്ങനെ കൂടെ നിന്നുകൊണ്ട് 10000ങ്ങളെ സുഖപ്പെടുത്തി ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷയെ ദൈവം സ്ഥിരീകരിക്കും അടയാളം കൊണ്ട്. അപ്പം അതുകൊണ്ട് നിൻ്റെ ജീവിതം ദൈവത്താൽ സ്ഥിരീകരിക്കപ്പെടുന്നതാകാൻ വേണ്ടി ആണ് നമ്മൾ ദൈവഹിതം പരിശോധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയമാണത് ഇവിടെ വരണത്. പൂർണ്ണ ഹൃദയം എന്ന് വെച്ചാൽ ദൈവഹിതത്തിന് അടയാളമൊക്കെ വരും. അങ്ങനെ അത്ഭുതം ഉണ്ടാകുന്നത്. അതായത് ഹെസക്കിയ രാജാവ്
ഭിത്തിക്ക് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ അടുത്ത് നിൽപ്പുണ്ട്. പെട്ടെന്ന് അയാൾക്ക് ഇടിമിന്നൽ പോലെ കർത്താവിൻ്റെ ശക്തി ധരിച്ചിട്ട് അയാൾ പറയും, അതായത് അഹാബിൻ്റെ സൂര്യഘടികാരം 10 ചുവട് പുറകോട്ട് അതിൻ്റെ നിഴൽ വീശണത് നീ കാണും, അതാണ് അടയാളം. അപ്പോൾ 15 കൊല്ലം ഞാൻ ഇവനെ ആയുസ് ദീർഘിപ്പിച്ച് കൊടുക്കുമെന്ന്. അപ്പോൾ ആയുസ് ദീർഘത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന അടയാളം എന്താണ്? നമുക്കറിയാം, സൂര്യകരിയാടം നിഴൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൂചി ഇടത്തോട്ട് വന്നിട്ട് ആ കാലം കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ച് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷേ അത് അത്ഭുതം അടയാളമാണ്. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അന്നും ഇന്നും എന്നും അടയാളമുണ്ട്. ഈ മനുഷ്യൻ്റെ ഓപ്പറേഷൻ, മെജോയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും, അതായത് മുഖമൊക്കെ ഒടിഞ്ഞിരിക്കണല്ല, മുഖമെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്, കൈ ഊരിയിരിക്കുകയാണ്, മുട്ട് 8 പൊട്ടിയിട്ടുണ്ട്, കണ്ണ് തെറിച്ച് പോയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ രാത്രി അച്ഛൻ ഇയാളെ കണ്ട ദിവസം തന്നെ രാവിലെ ഇയാൾ ഛർദ്ദിക്കാൻ തുടങ്ങി എന്താണ്? ഇയാളുടെ വയറ്റിൽ കിടക്കുന്ന ബ്ലഡ് മുഴുവനും, ചങ്കിലെ ബ്ലഡെല്ലാം വയറ്റിൽ കിടക്കുകയാണ്. ആ വയറ്റിലെ ബ്ലഡെല്ലാം ഛർദ്ദിച്ചു പോയി. ഡോക്ടർമാർക്ക് പോലും മനസ്സിലായില്ല. ഈ ബ്ലഡ് അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഇയാൾക്ക് ശരിക്കും ഇൻഫെക്ഷൻ വന്ന് കിടക്കുന്നത് വയറ്റിൽ. എല്ലാം ടോട്ടൽ സിസ്റ്റം കൊളാപ്ഷൻ ആയിരിക്കുകയാണ് അവിടെ എല്ലാം. പക്ഷേ പെട്ടെന്ന് ഒരു മെഡിക്കേഷനും ഇല്ലാതെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡോക്ടർമാരുടെ ബുദ്ധിക്കപ്പുറത്തേക്ക് വയറ്റിൽ കിടന്നിരുന്ന ബ്ലഡ് പുറത്ത് ചാടി. അത് ദൈവം ചാടിച്ചതാണ്. ഏറ്റവും വലിയ നേഴ്സ്, ഏറ്റവും വലിയ ഡോക്ടർ ദൈവമാണ്. കാര്യം അത്രയും നേരം തിരിച്ചിട്ട് ഇയാളെ ടെസ്റ്റ് ചെയ്തേരം കണ്ടുപിടിക്കാഞ്ഞ രക്തം എവിടെയാണ് രക്തം പോയി കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ പോയി കിടക്കുന്ന സംഭവം. ആ സാധനത്തിന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് ചടിക്കും. അപ്പോൾ തന്നെ ഈ മനുഷ്യൻ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്ന രീതിയായി. നമുക്കറിയാമല്ലോ, വയർ പേരത്ത് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് നേരെ വരികയില്ല, നമ്മൾ ആൾ ഓക്കെ ആയി വരുന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മുഖമൊക്കെ പൊട്ടിയിരിക്കല്ലേ. അപ്പോൾ ഡോക്ടർ ഇത് ഇവരാണെങ്കിൽ, ഈ പെങ്ങളാണെങ്കിൽ ആങ്ങളൊക്കെ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് നിരന്തരം പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലമൊക്കെ കൊടുത്തു വിടുകയാണ് ബോംബെക്ക് ആശുപത്രിയിലോട്ട്. അതെല്ലാം പെരട്ടിയാണ് ഇങ്ങനെ ഈ പ്രാർത്ഥിച്ച് ഇതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം മുഖമെല്ലാം ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ ഭയങ്കര പേടിയാണ്. അതായത് ഈ മനുഷ്യൻ്റെ ലക്ഷണം മാറിപ്പോകും. പക്ഷേ അയാളെന്താ പറഞ്ഞത്, ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ മുട്ടൻ്റെ ചിരട്ടയെല്ലാം കറക്റ്റ് ചെയ്ത് കൈയെല്ലാം ഓക്കെയാക്കി ഈ മനുഷ്യൻ ഒരു വീൽ ചെയറിൽ പോയി ക്രിസ്മസ് കുർബാന കണ്ട് പിന്നെ വടിയും പിടിച്ച് പോയി ഈ പ്രാർത്ഥനകൾ കൂടാൻ തുടങ്ങി. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണാടി നോക്കിയപ്പോൾ പറയണേ, എൻ്റെ പഴയ മുഖത്തേക്ക് ഞാൻ സുന്ദരനായിരിക്കണമെന്ന്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിളിക്കണമെന്ന് ചോദിച്ചു. പിന്നെ ഇയാൾ മുഴുവനും ഇവിടെ നാട്ടിൽ കണ്ണൂർ വന്നതിന് ശേഷം പിന്നെ കൃപാസനത്തിൽ വന്നും പോയി നിൽക്കുക. അപ്പോൾ ആൾക്കാർ ചോദിക്കും, നീ എപ്പോഴും ആലപ്പുഴ ഓർഡർ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്നാ കിട്ടണതെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് എന്നെ തന്നെ കിട്ടിയതാണെന്ന് പറയും. അവൻ സാക്ഷ്യം നല്ല രസമാണ് കേൾക്കാൻ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ, ഇപ്പം അയാളും വൈഫും കൂടി അയർലൻഡിലോട്ട് പോവുകയാണ്. അതാ സംഭവം. നമ്മൾ ഈ കഥ കേട്ടോണ്ടുന്ന സമയത്ത് നിങ്ങളെന്ത് വിചാരിച്ചു? അവരുടെ ജീവിതം തീർന്നെന്ന് വിചാരിച്ചു. ശവമായെന്ന് പറഞ്ഞ മനുഷ്യനെ ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി വിസ റെഡിയായി, രണ്ടുപേരും കൂടി ഈ ആഴ്ച അയർലൻഡിലോട്ട് പോവുകയാണ്. ദൈവത്തിന് നിന്റെ ജീവിതം പുനരുദ്ധരിച്ചെടുക്കാൻ സെക്കൻഡുകൾ മതി. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ നിന്റെ ആയുസ്സിൻ്റെ നിഴല് കഴിഞ്ഞുപോയ കാലത്തെ തിരിച്ചു തരാൻ കർത്താവിന് കഴിയുമോ? അതുകൊണ്ടാണ് അച്ഛൻ പറയണത്, ഉടമ്പടി അതിൻ്റെ സാധ്യത എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ഉടമ്പടിയുടെ സാധ്യത എന്താണെന്ന് ഇപ്പോൾ കണ്ണൊക്കെ പറയാൻ എന്താണ്, അത് നിത്യതയുടെ താക്കോലാണെന്നൊക്കെ അവർ പറയുന്നത്. ഞാൻ സ്ഥാനപ്പെടാത്ത ആൾക്കാരാണ് അനുഭവത്തിൽ നിന്ന് നിത്യതയെക്കുറിച്ചൊക്കെ പറയണത്. എന്തോ ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ അതായത് ഞാൻ എന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യങ്ങളെല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് കേൾക്കണം. ഒരു കാലത്ത് കേൾക്കാത്ത ഉടമ്പടി അനുഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന മോളുടെ പേരെന്നായിരുന്നു, സിമി, തൃപ്പൂണിത്തറ. എൻ്റെ പരിപാടി 3 പ്രാവശ്യം അവർക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നിട്ട് 3ാമത്തെ പ്രാവശ്യം അവർക്ക് അതാ പറഞ്ഞപ്പോൾ വിട്ടുപോയി അല്ലേ. ആ സിമിയെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിച്ചത്, 3ാമത്തെ ഈ പെൽവിക്കിലും അതുപോലെ തന്നെ തോളിലുമൊക്കെ മുഴയായി ക്യാൻസർ 3ാം പ്രാവശ്യം പറഞ്ഞപ്പോൾ ഡോക്ടർ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവക്ക് ചങ്കിടിപ്പായി, ഇനി ആരും ഇല്ലല്ലോ പറയാനെന്ന്. അപ്പോൾ അവൾ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ടും പറയും, എനിക്ക് ജീവിക്കണം, എൻ്റെ ആയുസ് നീട്ടിത്തരണം. ഡോക്ടർ വരെ പറഞ്ഞത് എന്താണ്, നമുക്ക് നോക്കി, ഇന്ന് വരെ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടില്ല.
ഇതിപ്പോൾ ശരിയാവും, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇപ്പോൾ പറയണത് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ പറച്ചിലിൽ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ സയൻസ് ഉണ്ടല്ലോ, ഡോക്ടറുണ്ടല്ലോ, മരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ മരുന്നുമില്ല, ഡോക്ടറുമില്ല, സയൻസുമില്ല, എൻ്റെ ജീവനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൈവിട്ട് വൈകിട്ട് പോണകയാണ്. പറഞ്ഞ് എനിക്ക് കണ്ണീരോടെ വന്നിട്ട് മാതാവിനോട് പറയാം, എനിക്ക് ജീവിക്കണമെന്ന്, എനിക്ക് ജീവിക്കണമെന്ന് പറയാം. അപ്പോൾ ജീവിക്കണമെന്ന് പറഞ്ഞത് കരഞ്ഞിട്ടാണ് പറയണത്. ഇപ്പോൾ എൻ്റെ അടുത്തും കൊണ്ടുവന്ന് അപേക്ഷ കടലാതെ തരും, ഇതാണ് എൻ്റെ അവസ്ഥ, ഡോക്ടർ നമുക്ക് നോക്കാമെന്ന് പറയണത്, എനിക്ക് ജീവിക്കണം അച്ഛൻ എന്ന് പറയും. ചെറുപ്പമല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പം അത് പിന്നെ രോഗമായിപ്പോയി. പിന്നെ ഇപ്പം എന്നാലും ആ വീട്ടുകാരെ ഞാൻ സമ്മതിച്ചേക്കാം. അവർ പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മയും ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ തങ്കപ്പെട്ട മനുഷ്യരാണ്. പക്ഷെ അവരെൻ്റെ കൂടെ നിൽക്കുകയല്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അവളുടെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞതാണ്, ഇനി പ്രസവിക്കത്തില്ല. പക്ഷേ എന്നിട്ടും അമ്മായിയമ്മയും ആ വീട്ടുകാരും അവരുടെ കൂടെ നിൽക്കുകയാണ്. അതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇന്ന് വരെ എൻ്റെ പൗരോഹിത്യം ഇപ്പോൾ 38 കൊല്ലമായി. ഞാൻ ഒരു 21 ലക്ഷത്തെ ആൾക്കാരോടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും പ്രാർത്ഥിക്കാൻ എളുപ്പം ആരാണെന്നറിയാവോ? ഞങ്ങൾ 0 ആയിപ്പോയി, ഇനി രക്ഷയില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. മറ്റുള്ളവർ ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കാശുണ്ട്, ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ സർജനുണ്ട്, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ആളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ദൈവം ഇരിക്കട്ടെ എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിച്ചാൽ റിട്ടേൺ അടിക്കും. എന്താ കാര്യം? ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവർ മത്സരം പെരുപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കാൻ വന്നിരിക്കുകയല്ലേ. അഭ്യാസം കാണിക്കലല്ലേ ശരിക്കും പറഞ്ഞാൽ, ആശ്രയിക്കന് വേണ്ടത്. ഞാൻ ഇവളോട് എന്നെ പറഞ്ഞു, അച്ഛാ എനിക്ക് ജീവിക്കണം എന്ന് പറയുമ്പോൾ എന്നോട് ആയുസ്സിന് വേണ്ടി ദൈവത്തിന് നാമത്തിൽ യാചിക്കുകയാണ്. ശരിക്കും ഞാൻ അങ്ങനെ തന്നെ മാതാവിനോട് പറഞ്ഞു, അവൾക്ക് ജീവിക്കണമെന്ന് പറയും. ഇത് വെച്ചിട്ട് പറയും. വേറെ എന്താ പറയണത്? അവിടെ വന്ന് ഇവിടെ സാഹിത്യം പറഞ്ഞ വല്ല ആവശ്യമുണ്ടാണ്? മനുഷ്യനെ അനുഭവിക്കുന്ന പ്രശ്നം അതുപോലെ അമ്മയോട് അവൾക്ക് ജീവിക്കണമെന്ന് പറയും. ചെറുപ്പമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് പൗരോഹിത്യം പറയാൻ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, 38 വർഷമായി ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട്, നീ എൻ്റെ പൗരോഹിത്യം വിശ്വസിക്കുന്നുണ്ടോ? അമ്മ ചോദിക്കണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അച്ഛാ എന്ന് പറയും. നീ ജീവിക്കുമെന്ന് പറയും. പരമദിവ്യകാരുണ്യത്തിന് എനിക്ക് കിട്ടിയ പൗരോഹിത്യത്തെക്കുറിച്ച് എനിക്ക് നല്ല മതിപ്പാ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പട്ടക്കല്യാണത്തിൻ്റെ ദിവസം ഞാൻ എൻ്റെ കുർബാന ഉടുപ്പ് ഞാൻ തന്നെ ഡിസൈൻ കൊടുത്ത വരപ്പിച്ചത്. അതിൻ്റെ അകത്തൊരു കുഞ്ഞാടാണ് ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉടുപ്പ് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ നടുക്കുകൂടി കുരിശു കുത്തി ഇറക്കിയിട്ട് കുഞ്ഞാട് പാപത്തിന് പരിഹാരം ചെയ്യുന്ന ഒരു കുഞ്ഞാടിൻ്റെ രൂപമാണ് എൻ്റെ കുർബാന ഉടുപ്പ് ഉണ്ടായിരുന്നത്. എൻ്റെ കുർബാനയുടെ ഉടുപ്പിൻ്റെ അവിടെ കത്തിൽ അച്ഛന്മാർക്ക് കൊടുത്തിരുന്ന നാട്ടുകാർക്ക് കൊടുത്തിരുന്ന കത്തിൻ്റെ ഒരു 2 ഫ്ലോപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫ്ലോപ്പിൻ്റെ ഫ്രണ്ടിലൊരു ഫ്ലോപ്പ്, രക്ഷിച്ചവന് തല കൊടുത്തു എന്നും പറഞ്ഞ് ഒരു ചെറിയ കഥയാണ്. രക്ഷിച്ചവന് തല കൊടുത്തു എന്ന് പറഞ്ഞു. എന്താ കാര്യം? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാഠമാണ്. ഞാൻ കർത്താവിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഞാൻ 2ാം ക്ലാസ്സിലെ പാഠം ഓർക്കും. എന്താ പാഠം എന്ന് വെച്ചാൽ, 2ാം ക്ലാസ്സിൽ ഒരു കർഷകൻ, നിങ്ങളും പഠിച്ചു കാണും ആ പാഠം. 2ാം ക്ലാസ്സിൽ പാഠത്തിലൊരു ഒരു കഥയുണ്ടായിരുന്നു. ഒരു കർഷകൻ ഒരു ചപ്പകൂനയിൽ വന്ന് കുപ്പത്തൊട്ടി വന്ന് നോക്കുമ്പോൾ ഒരു വാഴ വിത്ത് അവിടെ ഇങ്ങനെ ചെതലരിച്ച് കിടക്കണ കണ്ടു. ആ കർഷകൻ ആ വാഴ വിത്ത് എടുത്തുകൊണ്ട് പോയി സ്വന്തം പറമ്പിൽ ചവറെല്ലാം കളഞ്ഞ് വെച്ച് വെള്ളവും വിട്ട് ഒഴിച്ചൊക്കെ അതിനെ വളർത്തി കുറേ നാളായപ്പോൾ നല്ല ശരിക്കും ചട്ടച്ച് വളർന്ന് ഭംഗിയായിട്ട് വലിയൊരു കൊലയുമായിട്ട് കൊഴിച്ചപ്പോൾ ആ രക്ഷിച്ചവനെ, ആ കർഷകനെ ആ കൊല വെട്ടി കർഷകൻ അരിവാളം കൊണ്ടുവന്നപ്പോൾ തല ചായച്ചു കൊടുക്കുന്ന വാഴയെപ്പോലെ നിൽക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ പട്ടക്കല്യാണ പുസ്തകത്തിൽ. അപ്പോൾ എനിക്ക് പൗരോഹിത്യത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുമൊക്കെ നല്ല ബോധത്തോടെയാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. കാര്യം കർത്താവ് രക്ഷകനാണെന്നും അവന് ജീവൻ കൊടുക്കാൻ വേണ്ടി മാത്രം അവൻ പോകുന്നവനാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ പൗരോഹിത്യം. അതാണ് ഞാൻ അവളോട് ചോദിച്ചത്, എൻ്റെ പൗരോഹിത്യം നീ വിശ്വസിക്കുന്നുവോ? കർത്താവ് എനിക്ക് തന്ന പൗരോഹിത്യത്തിലാണ്. അത് കർത്താവിൻ്റെ പൗരോഹിത്യമാണ്. ആ ജനങ്ങളുടെ മുറിവുണക്കുന്നതാണ് അറ്റകൈ പ്രയോഗമുള്ളതാണത്. അവസാനം അത് അറ്റകൈ പ്രയോഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തീർന്നു എന്ന് കാണുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, ഞങ്ങൾക്കറിയാമല്ലോ എലീശ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 18-ാം വാക്യം വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 2:18. എലീശ ജെറിക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു. അവൻ അവരോട് പറഞ്ഞു, പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ? നഗരവാസികൾ എലീശയോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്.
ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ഇത് കണ്ടില്ലേ മക്കളെ, ജെറിക്കോയാണ് പട്ടണം. ജെറിക്കോ പട്ടണം ജീവിക്കാൻ കൊള്ളാം, പക്ഷേ എന്താ പറ്റും, വെള്ളത്തിലത് വിഷമാണ്. വെള്ളത്തിൽ വിഷം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, പിന്നെ ജനങ്ങളെ കുടിയൊഴിഞ്ഞ് പോകണം. അപ്പോൾ ജീവിക്കാൻ കൊള്ളാവുന്ന പട്ടണമാണെങ്കിലും വെള്ളമില്ലാത്ത കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ എലീഷ അവരോട് പറയണത് എന്താണ്? എലീഷ പറയുന്നത് അതായത് ജീവിക്കാൻ കൊള്ളാത്ത നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമുക്ക് ജീവിക്കാൻ പറ്റണില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ പല തിക്കുമുട്ടുകളും പല സമ്മർദ്ദങ്ങളും കാരണം നമുക്ക് ജീവിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള ആസ്തി എന്താണ്? എലീഷ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ ഇത്തിരി ഉപ്പ് കൊണ്ടുവരിക. എന്ത് ഉപ്പ് കൊണ്ടുവരിക എന്താണ് എലീഷ പറയണത്? പറഞ്ഞേ, വായിച്ചേ. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് 2 രാജാക്കന്മാർ 2:18, 16, 18, 19, 20. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് എലീഷ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ഉപ്പെടുത്തിട്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഇവനെ ശുദ്ധീകരിക്കണത്. അപ്പോൾ ഈ വിഷമായിരുന്ന വെള്ളത്തിൻ്റെ വിഷം മാറിയിട്ട് അതങ്ങ് മധുരിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ പൗരോഹിത്യം ഇതുപോലെയാണ്. തകർന്നു വരുന്ന മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉപ്പ് കൊടുക്കും, ചിലപ്പോൾ നമുക്ക് ഉടമ്പടി തൈലം കൊടുക്കും. എന്തിനാണ്? ഇത് കർത്താവിൻ്റെ നാമത്തിലാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അത് വിധിപ്രകാരം, അത് ഞാൻ എപ്പോഴും പൗരോഹിത്യ വിധിപ്രകാരം എന്ന് പറയുന്നതിന് കാരണം എല്ലാവർക്കും ഈ പൗരോഹിത്യമുണ്ട്. അതെല്ലാവരും അതുപോലെ ഒന്ന് ഉപയോഗിച്ചാൽ മതി. ആ പൗരോഹിത്യം കൊണ്ട് നമ്മൾ വേറെ എന്തെല്ലാം ചെയ്യണമുണ്ട്, പക്ഷേ അടിസ്ഥാനപരമായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജനങ്ങളുടെ മുറിവ് ഉണക്കുകയാണ്. മുറിവ് വെച്ച് കെട്ടുക, മുറിവ് ഉണക്കുക, തകർന്നു പോയതിനെ കർത്താവിൻ്റെ തിരുസേനയിലേക്ക് തിരിച്ച്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനെ തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ ചട്ടം മുടന്നുകൊള്ളതിനെ ചുമലിലേറ്റുക. ഇങ്ങനെ അടിസ്ഥാനപരമായ ജോലി പൗരോഹിത്യത്തിനുണ്ട്. ആ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനപരമായ ജോലി അതുപോലെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ ശുശ്രൂഷകളെ അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത്. കാര്യം അതുകൊണ്ടാണ് അന്ന് പറയണത്, നീ എൻ്റെ പൗരോഹിത്യം വിശ്വസിക്കുന്നുണ്ടോ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നെ വിശ്വസിക്കുന്നുണ്ടോ, ഞാനൊരു അത്ഭുത ജീവിയാണെന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ അർത്ഥം. എനിക്ക് പട്ടം തന്ന കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോന്നാണ് ചോദിക്കണത്. കർത്താവിൻ്റെ പൗരോഹിത്യം നീ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ചോദിക്കണത്. അവൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ രാത്രി മുകളിലത്തെ മുഴയും അരക്കെട്ടിൻ്റെ മുഴയും അപ്രത്യക്ഷമാകും. അതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതവും വിശുദ്ധതയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി പുനഃക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള കൊതിയും അതുപോലെ ആർജവത്വം ഉണ്ടായി കഴിയുമ്പോൾ ഉടമ്പടി 1 അല്ല 9 കാര്യം ഉടനെ നടക്കും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, വിശ്വസ്തയോടെ